എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോമൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിമാനം പോലിരിക്കുന്ന ഒരു ബസ് കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ KSRTCയുടെ ഏറ്റവും പുതിയ വോൾവോ 9600 SLX സ്ലീപ്പർ ബസ്സുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് രണ്ട് ബസ്സുകളാണ് ഓൾറെഡി കേരള സർക്കാർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു RTC വാങ്ങിച്ചിരിക്കുന്ന 9600 SLX സ്ലീപ്പറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഒരുപാട് മുന്നിലാണ്. കാരണം നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പം ലൈക്ക് കർണാടകയുടെ ബാക്കിയുള്ള വോൾവോ ബസ്സുകളൊക്കെ ആയിട്ടായിരിക്കും നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത്. പക്ഷേ കേരളം എഹെഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി ബസ്സുകളിലുള്ള യാത്രകൾ നമുക്ക് KSRTC സമ്മാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പം ഇത് നമ്മുടെ വോൾവോയുടെ ഏറ്റവും പുതിയ 9600 SLX എന്ന് പറയുന്ന സീരീസിലാണ് വന്നിരിക്കുന്നത്. SLX എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ ലക്ഷറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് ബർത്ത് വരുന്നത്. ബർത്ത് വരുമ്പോൾ 40ഓളം ബർത്തുകളാണ് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ട് നമുക്ക് ഉള്ളത്. ഈ വാഹനത്തിൻ്റെ ഒരു SLX വരുമ്പോൾ തന്നെ കാഴ്ചയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പഴയ കാലം മുതൽ നമ്മൾ വോൾവോ കാണുമ്പം വോൾവോയ്ക്ക് എപ്പോഴും ഒരു ലുക്ക് തന്നെ ഉണ്ട്. SLX വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു പ്രീമിയം ഒരു ഫീലിലേക്ക് വന്നു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ SLXൻ്റെ ഡിസൈൻ സംബന്ധിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ടോട്ടലി ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 15 മീറ്ററാണ് കേട്ടോ. 15 മീറ്റർ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേട്ടോ വലിയൊരു ബസ്സായിട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള അടിപൊളി ഒരു ബസ്. ശരിക്കും പറഞ്ഞ ഒരു ആനച്ചന്തം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ലിവർ എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ശരിക്കും പറയാം ഒരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു കളറിലാണ് ഈ ഒരു ലിവറി വന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ചും അതുപോലെ തന്നെ വൈറ്റും ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അത് കൂടാതെ തന്നെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള സിമ്പിളുകളും ഒക്കെ ഇതിനകത്ത് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വള്ളംകളിയുടെ ഒരു സംവിധാനം ബാക്കിലേക്ക് വരുന്ന സമയത്തേക്ക് ചണ്ട കൊട്ടുന്ന ഒരു സാധനം നമ്മൾ ബാക്കിൽ പോകുന്ന സമയത്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെയാണ് വാഹനം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റേറ്റ് സർവീസിനായിരിക്കും ഈ വാഹനം ഉപയോഗിക്കുക. നിലവിൽ ഈ വാഹനത്തിൻ്റെ റൂട്ടൊന്നും തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും ട്രിവാൻഡ്രം ബാംഗ്ലൂരോ അങ്ങനെ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിലായിരിക്കും ഈ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ടാകും തോന്നുക. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ഡിപ്പോയിൽ നിന്നായിരിക്കും. എന്നാലും കൂടുതലും ബാംഗ്ലൂരിലേക്കായിരിക്കും ഇത്തരത്തിലൊരു സർവീസ് വരിക എന്നുള്ളത്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കാരണം ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫീലിലാണ് ഈ വാഹനം ഉള്ളത്. ഈ വോൾവോയുടെ 9600 XLXൻ്റെ ഒരു ഔട്ടർ ലുക്കുകളൊക്കെ നിങ്ങൾ ഓൾറെഡി പല പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. KSRTC നിയർലി അക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമുക്ക് അകത്തേക്ക് പോകുന്നതിന് മുമ്പ്, കാരണം ഈ ബസ്സിൻ്റെ അകമാണ് നമ്മൾ കാണുന്നത്, സ്ലീപ്പറിൻ്റെ സംവിധാനങ്ങളാണ്. എന്നാലും നമുക്കൊരു ബസ്സിൻ്റെ റിവ്യൂ ആയതുകൊണ്ട് ശരിക്കും അതിൻ്റെ ഒരു ഫ്രണ്ടൊക്കെ കണ്ട് സൈഡൊക്കെ കണ്ട് നമുക്ക് അകത്തേക്ക് നമുക്ക് പോകാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് വലിയ ഗ്ലാസ് ഏരിയ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ആനയുടെ ഒരു നെറ്റിത്തടം പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ട് മനോഹരമായിട്ടുള്ള കൊമ്പുകളാണ്, ഓറഞ്ച് കളറിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വലിയ വൈപ്പേഴ്സ് കാണാം. വോൾവോയുടെ ലോഗോ കണ്ട നേരത്തെ ഒരു വോൾവോയുടെ ലോഗോ ഇപ്പോഴത്തെ പുതിയ ലോഗോയൊക്കെ ഡിഫറെൻ്റ് ആണ്. ലൈക്ക് കുറച്ചും കൂടെ നല്ല ഒരു പ്രീമിയം ഫീലിലേക്കാണ് ലോഗോ വന്നിരിക്കുന്നത്. നമുക്കവിടെ കാണാം KSRTCയുടെ വലിയൊരു ബ്രാൻഡിങ് നമുക്കുണ്ട്. വണ്ടിയുടെ കോഡ് KS479 എന്നുള്ള കോഡ് നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലൈസൻസ് പ്ലേറ്റുകളും നമുക്കിവിടെ ഫ്രണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡർ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പച്ച കളറിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരത് ആ ഒരു കളർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ കളേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ സാറിൻ്റെ മകനാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ലൈക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലിവറി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നമുക്കിതിൻ്റെ ലൈറ്റ്സിലേക്കും കാര്യങ്ങളിലേക്ക് വരാം. ലൈറ്റ്സിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു DRL ഉണ്ട് കേട്ടോ. ഒരു L ഷേപ്പിൽ വരുന്ന ഒരു DRL ആണ്. അതുപോലെ ലൈറ്റ്സിൻ്റെ ഷേപ്പ് തന്നെ അടിപൊളി ഒരു ഡിഫറൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 2 ചേമ്പറിലായിട്ടാണ് ലൈറ്റ്സ് വന്നിരിക്കുന്നത്. ഹാലജനാണ് വരുന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ലൈറ്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോഗ് ലാംപ്സും നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വാഹനമായിട്ടാണ് ഈ ഒരു വോൾവോയുടെ 9600 SLXനെ അവതരിപ്പിച്ചിരിക്കുന്നത്. നോക്കിയേ എന്ത് രസമാണെന്ന് നോക്കിയാൽ. നമ്മുടെ KSRTCയുടെ ബസ്സാണ് ഈ കിടക്കുന്നത്. എന്ത് ഭംഗിയാണല്ലേ. ശരിക്കും നമ്മൾ ബാംഗ്ലൂരൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മടിവാളയിലോ അല്ലെന്നുണ്ടെങ്കിൽ കലാശിപ്പാളയത്തൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബസ്സുകൾ അതുവഴി വരുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഗൃഹാതുരത്വമുണ്ട്. അതൊരു ഭയങ്കര ഫീലാണ്. അത് നിങ്ങൾ ബാംഗ്ലൂരൊക്കെ പോയി നമ്മുടെ ബസ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ അതർ സംസ്ഥാനത്ത് പോയി നമ്മുടെ ബസ്സുകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകാറുണ്ട്. കാരണം നമുക്ക് എന്തൊക്കെയോ നമ്മുടെ ആണ് എന്നുള്ളൊരു തോന്നലാണ്. ശരിക്കും KSRTC നമ്മുടെ തന്നെയാണല്ലോ. കാരണം നമ്മുടെ നികുതി പണവും നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയാണ് KSRTC എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ബസ്സുകൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വാങ്ങിക്കുന്നത് നമുക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ലെങ്ത് പറഞ്ഞു 15 മീറ്ററിൻ്റെ വലിയ ബസ്സുകളാണ്.
നമ്മൾ കാണുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് ഏരിയ നോക്കുകയാണെങ്കിൽ വലിയ ഗ്ലാസ് ഏരിയയാണ്. മുകളിലത്തെ ബർത്തിലും താഴത്തെ ബർത്തിലും ഈക്വലായിട്ട് രണ്ടുപേർക്കും റോഡ് വിസിബിലിറ്റി കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള ഗ്ലാസ് പ്ലേസ്മെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിനെ ചുറ്റിപ്പറ്റിയ ഒരു യെല്ലോ കളറിലുള്ള LED ലൈറ്റിങ്സോടെ രാത്രിയാകുമ്പോൾ നമുക്ക് ആ LED ലൈറ്റിങ്സ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഗ്ലാസ് ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ താഴോട്ട് വരുവാണെങ്കിൽ മുഴുവൻ ലഗേജ് കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഡ്രൈവർ ഡോറും ഏരിയയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഡ്രൈവറിൻ്റെ ഒരു ഏരിയ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അകത്തോട്ട് കയറുന്ന സമയത്തേക്ക് നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുകളിലോട്ട് കയറാനുള്ള ഫുഡ് പെഗുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് വാഹനത്തിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് റിഫ്ലക്റ്റേഴ്സ് ഒട്ടിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ലോങ് ആയിട്ടുള്ള വണ്ടി നമ്മൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് വളവൊക്കെ തിന്നുന്ന സമയത്ത് വണ്ടിയുടെ ഫുൾ ലെങ്ത് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആ റിഫ്ലക്റ്റേഴ്സും ലൈറ്റ്സും ഒക്കെ അവിടെ ആവശ്യമാണ്. ടയേഴ്സിലേക്ക് വന്നാൽ മിഷലിൻ്റെ ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 295/80R 22.5 ആണ്. 22.5 പ്രൊഫൈൽ വരുന്ന ടയർ സെറ്റ്സ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫുള്ളി എയർ സസ്പെൻഷനാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന എയർ സസ്പെൻഷനാണ്. നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ്. കാരണം വോൾവോയുടെ ബ്രേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട് അല്ലേ. എമർജൻസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് വാഹനം നമുക്ക് ചവിട്ടി നിർത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വേൾഡിൽ തന്നെ ഏറ്റവും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് വോൾവോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഫ്യൂൽ ടാങ്ക് കാണാം. 540 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്കാണ് ഈ വാഹനത്തിലേക്ക് വരുന്നത്. അപ്പം അത് ഇവിടെയും രണ്ട് വശത്തായിട്ടാണ് ഫ്യൂൽ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. നമുക്ക് ലഗേജ് വെക്കാനുള്ള കമ്പാർട്ട്മെൻറ്റ് ട്രേസ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ 2-3 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ലഗേജസ് നമുക്ക് വെക്കാൻ പറ്റുന്നുള്ളതാണ്. നമുക്കറിയാം ഈവൻ ബൈക്കുകൾ പോലും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു ഇതിനകത്ത്. ഞങ്ങളൊരു 3 ബൈക്കുകളൊക്കെ അറ്റ് എ ടൈം ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിട്ട് നമ്മൾ പോകാറുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ എമർജൻസി എക്സിറ്റ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് എമർജൻസി എക്സിറ്റ് വരുന്നത്. അകത്തുനിന്ന് നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് നമുക്ക് ഗ്ലാസ് ബ്രേക്ക് ചെയ്താൽ മതി, നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വരുമ്പോൾ ഡബിൾ സെറ്റ് ടയേഴ്സ് നമുക്ക് കാണാനായിട്ട് വരും. മൾട്ടി എക്സലിൻ്റെ ടയേഴ്സാണ്. ഓക്കെ, ഇതിൻ്റെയും ഒരു സസ്പെൻഷനൊക്കെ എയർ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ബെല്ലോസിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം വാഹനത്തിൻ്റെ ഒരു ലൈക്ക് കട്ടറിലൊക്കെ ചാടിയാലും ഈ ഡബിൾ ആക്സൽ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര യാത്രാസുഖമായിരിക്കും. കാരണം രണ്ടും ബാലൻസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊണ്ടുവന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷനാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ബാക്ക് പ്രൊഫൈലാണ്. നമുക്കൊരു വലിയ നെറ്റിപ്പട്ടത്തിൻ്റെ സ്റ്റിക്കറിംഗ് വർക്ക് അവിടെ കാണാം. ആനവണ്ടി ആയതുകൊണ്ട് ഫ്രണ്ടിലാണ് വെക്കേണ്ടത്. പക്ഷേ ഫ്രണ്ടിൽ വെക്കാനുള്ള ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ബാക്കിൽ വെച്ച് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിവേഴ്സ് എടുക്കുമ്പോൾ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്യാമറ കാര്യങ്ങൾ കാണാം. 2 ചെണ്ടക്കാർ രൂപം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വോൾവോ എന്ന് പറഞ്ഞ വലിയ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ 9600 ഒരു ബാഡ്ജിങ് ഉണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു B8R ഒരു ലോഗോ ഉണ്ട്. അതുപോലെ KS479 ലോഗോ അവിടെ നമുക്ക് ഒരു ലൈക്ക് സ്റ്റിക്കറിംഗ് വർക്ക് നമുക്ക് അവിടെ കാണാം. ഗവൺമെൻറ് ഓഫ് കേരള അതുപോലെ തന്നെ KSRTC ഇങ്ങനെയുള്ള ബാഡ്ജിങ് എല്ലാം കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുകയാണ്. ഫോർ എൻക്വയറി നമ്പേഴ്സും ഒക്കെ അവിടെയുണ്ട്. അതുപോലെ നമുക്ക് റിവേഴ്സ് സെൻസേഴ്സൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ലൈസൻസ് പ്ലേറ്റുകൾ അതിൻ്റെ ലൈറ്റ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്ക് പ്രൊഫൈലിൽ ഈ ഒരു ലൈറ്റിൻ്റെ പാനലാണ് കേട്ടോ. LED ആയിട്ട് വരുന്ന ലൈറ്റിംഗ് പാനൽസാണ്. ഫുള്ളല്ല, ഇതിനകത്ത് ബൾബുണ്ട്. പക്ഷേ ഇതൊക്കെ LED ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഒഴുക്കൻ ഡിസൈൻ ഭയങ്കര രസമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കൾപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു സംഭവം ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ വോൾവോയിൽ കാലാകാലങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഡിസൈൻ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എഞ്ചിൻ ക്യാബിൻ നമുക്ക് കാണിച്ചു തരാം. അപ്പം ഈ ഒരു ക്യാബിൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിനകത്ത് മാസീവായിട്ടിരിക്കുന്ന എഞ്ചിൻ കാണാൻ പറ്റും. 6 സിലിണ്ടർ എഞ്ചിനാണ്. 10800 cc ആണ് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ DBK 6350 ആണ് വരുന്നത്. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്ന എഞ്ചിനാണ്. പവറും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 346 HP ആണ് വരുന്നത്. അതുപോലെ തന്നെ 1350 Nm ടോർക്ക് വാഹനം ഡെലിവറി ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ-ഷിഫ്റ്റ് ആണ് ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പോൾ എഞ്ചിനൊക്കെ ഭയങ്കര പാക്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് ഒട്ടും സ്പേസ് ഇല്ല. ഈ ഡോർ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിഡൻസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ഒരു നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ട് വോൾവോ അങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹൈവേയിലൊക്കെ ഓടുന്ന ബസ്സുകളല്ലേ, ഇപ്പോൾ ഒരു ബ്രേക്ക് അടിക്കുന്ന സമയത്ത് ഒരു ലോറിയൊക്കെ വന്ന് സ്ലാഷ് ചെയ്താലും ജസ്റ്റ് ഇത് ഈ ഒരു ബാർ മാത്രമേ ഉള്ളൂ. അത് വളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുള്ളിയൊക്കെ ജാം ആകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വോൾവോ ആ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഫയർ റിട്ടാർഡിൻ്റെ സിസ്റ്റംസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പ്സ് എല്ലാം ഫയറിൻ്റെ സേഫ്റ്റിക്കുള്ള സംവിധാനങ്ങളാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ എഞ്ചിൻ സൈഡിലേക്ക് എന്തെങ്കിലും തീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സ്പ്രേ ചെയ്ത് അണയ്ക്കാനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എയർ ഇൻടേക്കിൻ്റെ പൈപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് എ സിയുടെ കംപ്രസറൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് ആ ഒരു വശത്തേക്ക് വരുന്ന സമയത്തേക്ക് ടർബോയുടെ സാധനങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ആഡ് ബ്ലൂവിൻ്റെ ഒരു ടാങ്ക് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. 50 ലിറ്ററിൻ്റെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക്സാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം മൊത്തത്തിൽ നമ്മൾ ഡീസൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്കൊരു മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇത്രയും വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ ഒരു 3.5-4 ആയിരിക്കും മൈലേജ് ലിറ്ററിന് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. ഇവിടെ ഫ്യൂൽ ടാങ്ക് എന്ന് പറയുമ്പോൾ 2 ഫ്യൂൽ ടാങ്ക് ഉണ്ട്. 540 ലിറ്ററാണ്. സ്പ്ലിറ്റ് ചെയ്ത് അപ്പുറം ഇപ്പുറയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വശത്താണ് ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് വരുന്നത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ SLXൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകുന്നത് ശരിക്കും ഇൻറ്റീരിയറിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാഴ്ചകളുള്ളത്. കാരണം വെച്ചാൽ എക്സ്ട്രീം ലക്ഷറിയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈവറിൻ്റെ ക്യാബിൻ നമുക്ക് കാണാം. അതിനുശേഷം പാസഞ്ചർ ക്യാബിനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പം വോൾവോയുടെ ആ ഒരു വലിയ സ്റ്റിയറിംഗ് വീല് നമുക്ക് കാണാൻ സാധിക്കും. ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. നേരത്തെ ഒന്നും അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഇത് പ്രീമിയം ആയിട്ടൊരു ബസ് ആയതുകൊണ്ട് അതിനകത്ത് സ്റ്റിയറിംഗ് വീലെല്ലാം ലെതർ റാപ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വോൾവോയുടെ ലോഗോ നമുക്ക് കാണാം. ഹോൺ ഇവിടെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ഇവിടെ ലൈറ്റ്സിൻ്റെ കൺട്രോളൊക്കെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഹാൻഡിൽ വരുന്ന റിട്ടാർഡറൊക്കെ നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഈ സൈഡിൽ കംപ്ലീറ്റ് സ്വിച്ചസ് ആണ് കേട്ടോ. ഒരു വിമാനത്തിൻ്റെ കോക്പിറ്റ് പോലെ തന്നെയാണ് വിമാനത്തിൻ്റെ ഒരു കോക്പിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ് നമുക്ക് അവിടെ എ സിയുടെ കൺട്രോൾസും കാര്യങ്ങളാണ്. ജെറ്റാക്കിൻ്റെ എ സി ആണ് വരുന്നത്. നല്ല കൂളിംഗ് ഉള്ള അടിപൊളി എ സി ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ വാഹനത്തിനകത്തുള്ള വിൻഡോസിൻ്റെ ഒക്കെ കൺട്രോൾസൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ബാറ്ററിയുടെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ നമുക്ക് വണ്ടിയുടെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഒക്കെ ഡ്രൈവറിന് ആക്സസിബിൾ ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഫ്ലോറിലേക്ക് ലൈറ്റുകളും ഒക്കെയാണ്. ആംപ്ലിഫയേഴ്സിൻ്റെ ലൈറ്റുകൾ, റീഡിംഗ് ലാമ്പിൻ്റെ ലൈറ്റുകൾ, അതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡോർ ഓപ്പൺ ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചസൊക്കെ നമുക്ക് ഈ ഒരു വശത്തായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്ക് ഹെഡ്ലൈറ്റ്സിൻ്റെ സ്വിച്ചുകൾ ഈ ഒരു വശത്താണ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫയറിൻ്റെ സിസ്റ്റംസാണ് ഈ ഒരു ഏരിയയൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് ഡ്രൈവറിന് എല്ലാ ഫെസിലിറ്റീസൊക്കെ കൊടുത്തിരിക്കുകയാണ്. എ സി ആണെങ്കിലും നമുക്ക് ഡ്രൈവറിന് എ സി ക്യാബിനകത്തിരുന്ന് നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംവിധാനങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ ഈ സേഫ്റ്റിയുടെ കുറച്ച് കാര്യങ്ങൾ ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത് ഡ്രൈവറിൻ്റെ ഒരു ഡ്രൗസിനെസ് ഡിക്റ്റേഷനാണ് മെയിനായിട്ട് നോക്കുന്നത്. അതായത് ഉറക്കത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് കടടഞ്ഞ് പോയി കഴിഞ്ഞാൽ ഉടനെ അത് ബീപ്പ് അടിക്കും. അതുപോലെ തന്നെ അത് കൺട്രോൾ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊബൈൽ എടുത്തു കഴിഞ്ഞാലും അത് ഐഡൻറ്റിഫൈ ചെയ്യും. അതും കൺട്രോൾ റൂമിലേക്ക് അതിൻ്റെ ഡാറ്റ പോകുന്നതായിരിക്കും. അതുപോലെ അത് അലാറം അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം ഡ്രൈവറിനെ കുറച്ചും കൂടെ വിജിലൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു മൈക്ക് സിസ്റ്റം കാണാം. ഇപ്പോഴത്തെ വാഹനങ്ങളെല്ലാം നമുക്ക് ബോഡി കോഡ് അനുസരിച്ചിട്ടാണെങ്കിൽ PS സിസ്റ്റംസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മൈക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ സേഫ്റ്റിയുടെ വേറൊരു സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിലെ വാഹനത്തിൻ്റെ ഒരു ഡിസ്റ്റൻസ് അത് അളക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ 3 മീറ്ററിൻ്റെ താഴേക്ക് വേറൊരു വാഹനമായിട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ ബീപ്പ് അടിച്ച് ഡ്രൈവറിനെ അലൗട്ട് ചെയ്യും. അത് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഡ്രൈവിംഗ് കൺട്രോൾ ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം വലിയ ക്യാബിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു കേർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കേർട്ടൻ നമുക്ക് ഇതായിട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ വെയിലൊക്കെ വരുവാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ രീതിയിലുള്ള ഒരു കേർട്ടൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ബോർഡുകളും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ ഡിസ്പ്ലേകളും കാര്യം കൊടുക്കാൻ വേണ്ടി. അതുപോലെ ക്യാമറാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ക്യാമറ ഇട്ടുണ്ട്. ധാരാളം ക്യാമറകൾ വാഹനത്തിനകത്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബോട്ടിൽസൊക്കെ ഇവിടെ ഹോൾഡ് ചെയ്യാനൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീറ്റ്സൊക്കെ ആണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് വരുന്ന സീറ്റുകളാണ്. നമുക്ക് നടു നിവർത്തിയിരിക്കാൻ പറ്റുന്ന ഒരു സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോളിക്കലി നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. അതുപോലെ നമുക്ക് ഇതാണ് നമ്മുടെ ഗിയർ ഷിഫ്റ്റർ. ഇത് ഷിഫ്റ്റിൻ്റെ ഷിഫ്റ്ററാണ് വരുന്നത്. റിവേഴ്സ്, ന്യൂട്രൽ, ഓട്ടോമാറ്റിക്, മാനുവൽ ഇങ്ങനെയുള്ള ട്രാൻസ്മിഷൻസിലാണ് ഈ ഒരു വാഹനം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാബിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ടതാണ്. കുറച്ചും കൂടി അടുക്കും ചിട്ടയിലൊക്കെ ബ്യൂട്ടിഫുൾ ആക്കി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്രയും ലക്ഷറി ആയിട്ട് ഒരു കോർപ്പറേഷൻ്റെ ബസ് അത് നമ്മുടെ കേരളത്തിന് സ്വന്തമാണ്.
അതിൻ്റെ ഇൻറ്റീരിയർ സൗകര്യങ്ങൾ നമുക്ക് നോക്കാം. ഭയങ്കര പ്രീമിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീമിയമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കളർ തീമൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ തീം സീറ്റ്സൊക്കെ വന്നിരിക്കുന്നത്, ബെഡ് വന്നിരിക്കുന്നത്. അതുപോലെ കർട്ടൻസ് ഒക്കെ ആണെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുള്ള കർട്ടൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്കൊരു ഒരിക്കലും ഇതൊരു ഗവൺമെൻറ് ബസ്സാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു KSRTC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഓരോ ബർത്തിൽ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. മൊത്തം 40 ബർത്തുകളാണ് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 40 പേർക്ക് നമുക്ക് സുഖകരമായിട്ട് കടന്നുറങ്ങി ഓവർനൈറ്റ് യാത്ര ചെയ്ത് ഒരു ഡെസ്റ്റിനേഷൻ, പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ ആയിരിക്കും, അങ്ങോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ബർത്തുകളിലേക്ക് വരാം. ബർത്ത് എന്ന് പറയുമ്പോൾ നിയർലി 6 ഫീറ്റ് ആണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നീളത്തിൽ കാല് നിവർത്തി എല്ലാവർക്കും കിടക്കാൻ പാകത്തിലുള്ളൊരു ബർത്തും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള ബർത്തുകളൊക്കെയാണ്. പിന്നെ എടുത്തൊരു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഗ്യാങ് വേ ആണെങ്കിൽ അത്യാവശ്യം നല്ല വീതിയുള്ള ഗ്യാങ് വേയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബർത്ത് ആദ്യം ഒന്ന് കാണാം, യാത്രക്കാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു അപ്പർ ബർത്ത് എടുത്തിരിക്കുകയാണ്. അപ്പർ ബർത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് എല്ലാ സ്ലീപ്പർ ബസ് പലർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം കടന്നു പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചാരി ഇരിക്കാം. നമ്മൾ വീട്ടിലൊക്കെ ഒരു കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് ചാരി ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് ചാരിക്കാം. KSRTCയുടെ ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലെതറിലാണ് ലൈക്ക് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് KSRTC ഒരു പില്ലോ കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഒരു ലോക്കൽ പില്ലോ ഒന്നുമല്ല, നല്ല ഫ്ലഫി ആയിട്ടുള്ള പില്ലോ ആണ്. അതും ആ ഒരു ലെതറിലാണ് കൊടുത്തിരിക്കുന്നത്. KSRTCയുടെ ബാഡ്ജിങ് അവിടെയുണ്ട്. അപ്പം ആ ഒരു പ്രീമിയം എന്ന് പറഞ്ഞാൽ ഒന്നിലും കുറച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് സി പോർട്ടും ഉണ്ട്, അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞുണ്ടോ സി പോർട്ടും ഉണ്ട്, അതുപോലെ നമുക്ക് നോർമലായിട്ടുള്ള USB ചാർജിങ് ആയിട്ടുള്ള ഒരു സംവിധാനം ആ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടും തീരുന്നില്ല, ഇവിടെ അഡീഷണൽ ആയിട്ട് ഇതാ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാനാണ് കേട്ടോ. AC കറണ്ടാണ് വരുന്നത്. ഇത് സാധാരണ ഒരു ബസ്സിന് നമുക്ക് കാണാണ്ട് നമുക്ക് സാധിക്കത്തില്ല. നമുക്കൊരു ലാപ്ടോപ്പ് കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാണ്ട് പറ്റും. പെട്ടെന്ന് ഒരു ഇപ്പോൾ എല്ലാവരും വർക്ക് അറ്റ് ഹോം പോലെയൊക്കെയാണ്. പെട്ടെന്ന് വീട്ടിലൊരു കോളൊക്കെ വൈകിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിനകത്ത് ഇരുന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫ്രീ ആയിട്ടുള്ള വൈഫൈ ബസ്സിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് കർട്ടൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രൈവസിക്ക് യാതൊരു കുറവില്ലെന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 ഫീച്ചേഴ്സ് കണ്ടോ, ഞാനിത് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു കവറിംഗ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ പലപ്പോഴും ബസ്സിൻ്റെ യാത്രയ്ക്കകത്ത് ബസ് ബ്രേക്കൊക്കെ പിടിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതാ മൊബൈൽ നമുക്കിവിടെ അടിപൊളിയായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് വരും. അപ്പോൾ രാത്രി നമുക്ക് മൊബൈലിവിടെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ കിടന്ന് പുതപ്പിനിടയിൽ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കൊണ്ട് വെച്ചാൽ മതി. ഇങ്ങനെ 2 ഒരു മൊബൈൽ ഫോൺ വയ്ക്കാനുള്ള 2 സൗകര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റീഡിംഗ് ലാംപ്സിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡിംഗ് ലാംപ്സ് 2 ലൈറ്റ്സാണ് അവിടെ വരുന്നത്. അത്യാവശ്യം നല്ല വെളിച്ചം തരുന്ന റീഡിംഗ് ലാംപ്സാണ്. AC-യുടെ വെൻറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സംവിധാനങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ബോട്ടിൽ ഹോൾഡേഴ്സും. മൊത്തത്തിൽ നമുക്കൊരു വാം ലൈറ്റിംഗ് ആണ് വരുന്നത്. അപ്പം ലൈക്ക് നമുക്കൊരു ഗ്യാങ് വേ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും കണ്ടോ ഫുൾ ലൈറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ ലൈറ്റ്സ് എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് അറിയത്തില്ല, കാരണം അതിന് സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും പ്രീമിയം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനടിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രേ ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ബാഗ് അല്ലെങ്കിൽ നമ്മൾ ഈ ചെരുപ്പൊക്കെ നമ്മൾ ഈ ബർത്തിൻ്റെ മുകളിൽ കയറാൻ നേരത്ത് നമ്മൾ സീറ്റിനടിയിലാണ് വെക്കുന്നത്. അത് പലപ്പോഴും ലൈക്ക് ആൾക്കാർ പോകുന്ന വഴിക്ക് കുറച്ച് പുറത്തേക്ക് ഇറങ്ങി തട്ടിയിട്ട് ഗ്യാങ് വേയിലൊക്കെ വീണിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാകുന്നത് കാണാറുണ്ട്. പക്ഷേ ഇതങ്ങനെ സംഭവിക്കത്തില്ല, കാരണം ഇതിനകത്തൊരു ട്രേ അതിനകത്ത് ഒരുക്കിയിരിക്കുന്നുണ്ട്. അതിനകത്ത് ഭംഗിയായിട്ട് നമുക്ക് വെക്കേണ്ടി വരും. പിന്നെ ചെറിയ ലഗേജസ് ഒക്കെ ആണെങ്കിലും നമുക്ക് നിലത്ത് വെച്ചെന്നുള്ളൊരു ഫീലിംഗ് വേണ്ട, ആ ഒരു ട്രേക്കകത്ത് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ലൈക്ക് അതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ ലൈറ്റിങ്സ് ഒക്കെ ആണെങ്കിലും വാം കളറിലാണ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വാഹനത്തിനകത്ത് തന്നെ നല്ലൊരു പ്രീമിയം ഒരു ഇൻറ്റീരിയർ ഫീൽ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ നമുക്ക് സീറ്റ്സിൻ്റെ മാർക്കിംഗ് കണ്ടോ, ഇവിടെ ബർത്തിൻ്റെ മാർക്കിങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഡബിൾ ബർത്തിൻ്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്ക് ഇതേ സംവിധാനങ്ങൾ തന്നെ അവർക്കും ഉണ്ട്. പക്ഷേ അവർക്ക് നടുക്ക് ഇപ്പോൾ 2 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർ ബുക്ക് ചെയ്ത് വരും. അപ്പം നമുക്കറിയത്തില്ല അപ്പുറത്ത് ആരാ കിടക്കുന്നത്. അപ്പോൾ ആ പ്രൈവസി കിട്ടാൻ വേണ്ടി അവിടെയും കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ പുറമെ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബർത്തിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാ ബർത്തിലും ഉണ്ട്. ഇവിടെ ഒരു ഇത് കണ്ടോ, ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പച്ച കളറിലുള്ള ഒരു ലൈറ്റിംഗ് ഉണ്ടോ. ഇത് ആംബിയൻ മോഡ് ലൈറ്റിംഗ് ആണ്. അത് നമുക്ക് പല കളേഴ്സിൽ ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അതായത് നമുക്കൊരു ഫാൻസി ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയും. ഇന്ന് കാറുകളിലൊക്കെ കാണുന്ന അതേ ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബർത്തിലൊന്ന് ഇരുന്ന് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ കംഫർട്ടബിലിറ്റിയുടെ കാര്യം നോക്കാം. സീറ്റൊക്കെ ആണെങ്കിലും വളരെ സോഫ്റ്റായിട്ട് വരുന്ന സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഷൂ ഒന്ന് ഊരിയിട്ട് ബർത്തിലൊന്ന് നിവർന്നൊന്ന് കടന്നു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. നമുക്ക് 6 ഫീറ്റ്, അതായത് 6 അടിയുള്ള ഒരാൾക്ക് കിടക്കാൻ വരും. ഞാനൊരു 5.8 ആണ്. അപ്പം നമുക്ക് ലൈക്ക് അത് കഴിഞ്ഞ് എനിക്ക് ലെഗിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പം ഈസിലി കിടക്കാം. നമുക്ക് ഈ കർട്ടൻസ് ഇട്ട് നമ്മുടെ ഒരു പ്രൈവസി കിട്ടും. ഇപ്പോൾ ഇതിനകത്താണെങ്കിലും നമുക്ക് ആ ഒരു ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കളറിലുള്ള LED സ്ട്രിപ്പ് കാണും. അതിൻ്റെ കളേഴ്സ് ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ബാക്കിലേക്കൊന്ന് നടന്ന് നോക്കാം.
നമ്മളെല്ലാ വിൻഡോസും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിൻഡോസിലും എമർജൻസി എക്സിറ്റും നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലാസ്സുകൾ ബ്രേക്ക് ചെയ്യാനുള്ള ഹാമറുകൾ ഒരു കവറിനകത്ത് കൊടുത്തിട്ടുണ്ട്. വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഹാമർ നമ്മൾ ഇളക്കി ഗ്ലാസ് നമ്മൾ ഒരു കോർണറിൽ അടിച്ചാൽ മതി, ഗ്ലാസ് നമുക്ക് പൊട്ടി അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ പുറമെ ഈ വാഹനത്തിനകത്ത് എല്ലാ സേഫ്റ്റി മാനദണ്ഡങ്ങളും പാലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പുറത്തുനിന്ന് കണ്ടായിരുന്നു എമർജൻസി എക്സിറ്റ് ഒരു ബെർത്ത് തന്നെ റിമൂവ് ചെയ്തിട്ട് എമർജൻസി എക്സിറ്റ് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ പ്രശ്നങ്ങളോ ഒക്കെ ഒരു കണ്ടിൻജൻസി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബേർത്തൊക്കെ ഇവിടുത്തെ ഒരു ബേർത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ KSRTCയുടെ SLX ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ബസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരിക്കൽ കൂടെ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വേറൊരു RTC ഒരു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഒരു സംസ്ഥാനങ്ങൾക്കും ഇല്ലാത്ത ഒരു സൗകര്യം കേരളത്തിന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിക്ക് പ്രത്യേകമായിട്ടുള്ള ബിഗ് സല്യൂട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനെ ഈ രീതിക്ക് തന്നെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. കാരണം പബ്ലിക് സർവീസസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ KSRTC ആണെങ്കിലും റെയിൽവേ ഒക്കെ ആണെന്ന് പറഞ്ഞാലും എല്ലാവരും നശീകരണത്തിനൊരു സ്വഭാവമുണ്ട്. ഇത് സീറ്റുകൾ കുത്തി കയറുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഒരിക്കലും അതൊന്നും ചെയ്യരുത് കേട്ടോ, ഇതൊക്കെ നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് ബുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മുടെ എൻ്റെ KSRTC നിയോ OPRS ആപ്പ് വഴിയൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം. നിലവിലുള്ള ബുക്കിംഗ് സംവിധാനങ്ങളിൽ തന്നെ ഈ ബസ്സുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ റൂട്ട്സൊക്കെ ഉടനെ തന്നെ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കേരളത്തിന് കിട്ടിയിരിക്കുന്ന ഈ വരദാനം, ഈ ഒരു ബസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യണമെന്ന് എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുപിട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.